ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള മൈറ്റി മൾട്ടിപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CU എങ്ങനെയാണ് ടോക്കൻസ് അറേഞ്ച് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. CU എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, CU ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തത് നിങ്ങളൊന്ന് പറഞ്ഞേ. CUവിൻ്റെ കയ്യിൽ എത്ര റോസ് ഉണ്ട്? 1 2 3 റോസ് ഉണ്ട് അല്ലേ. 3 റോസാണ് CUവിൻ്റെ കയ്യിലുള്ളത്. അതിൽ എത്ര ടോക്കൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8. ഓരോ റോസിലും 8 ടോക്കൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റോയിൽ 8 ഉണ്ട്, സെക്കൻഡ് റോയിൽ 8 ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് റോയിലും 8 ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? എത്ര റോസാണ് ഉള്ളത് എന്ന് ആദ്യം എഴുതാം. എത്ര റോസാണ് ഉള്ളത്? 3. ഇനി എത്ര ടോക്കൻസാണ് ഓരോ റോസിലും ഉള്ളത്? 8 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 8. എങ്ങനെ എഴുതാം? 3 × 8. അപ്പോൾ ഈ ടോക്കൻസിന് നമുക്ക് എങ്ങനെയും കൂടി നമുക്ക് അറേഞ്ച് ചെയ്യാം. CU എങ്ങനെയും കൂടി അറേഞ്ച് ചെയ്തു. CU അത് 2 രീതിയിൽ അറേഞ്ച് ചെയ്തു. ഒന്ന് 3 റോസിൽ അറേഞ്ച് ചെയ്തു. 3 റോസിൽ എത്ര എണ്ണം ഉണ്ട്? 8. ഓരോ റോസിലും 8 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം 8 + 8 + 8 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തു. ഇനി അടുത്തത് CU എന്ത് ചെയ്തു? CU ഭയങ്കര മിടുക്കനാണ്, നിങ്ങളെപ്പോലെ തന്നെ. CU എന്ത് ചെയ്തു? ഓരോ റോസിനെയും 2 ബോക്സിലാക്കി. ഇപ്പോൾ ഇവിടെ എത്ര ബോക്സ് ഉണ്ട്? 2 ബോക്സ് ഉണ്ട്. 1 2 2 ബോക്സ് ഉണ്ട്. ഓരോ ബോക്സിലും 4 കോയിൻസ് ഉണ്ട്. 1 2 3 4. ഫസ്റ്റിലെ ബോക്സിൽ 4 കോയിൻ ഉണ്ട്. അടുത്ത ബോക്സിൽ എത്ര കോയിൻ ഉണ്ട്? 1 2 3 4. 4 കോയിൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം എത്ര ബോക്സ് ഉണ്ട് എന്ന് എഴുതുക. ഇവിടെ എത്ര ബോക്സ് ഉണ്ട്? ഈ റോയിൽ എത്ര ബോക്സ് ഉണ്ട്? 2 ബോക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതുക. ഇനി ഓരോ ബോക്സിലും എത്ര കോയിൻ ഉണ്ട് എന്ന് എഴുതുക. 1 2 3 4. 4 കോയിനാണുള്ളത്. അപ്പം 2 × 4. ഇനി അടുത്തത് എടുക്കുക. അടുത്ത റോ എടുക്കുക. അടുത്ത റോയിൽ എത്ര ബോക്സ് ഉണ്ട്? എത്ര നിങ്ങൾ പറഞ്ഞേ? 2. അപ്പോൾ 1 2. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 2 എന്ന് എഴുതണം. ഇനി എത്ര കോയിനാണ് ഉള്ളത്? ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3 4. 4 കോയിൻ ഉണ്ട്. അപ്പം 2 × 4. ഇനി അടുത്ത റോയിൽ എത്ര ബോക്സ് ഉള്ളത്? 2 ബോക്സ് ഉണ്ട് അല്ലേ. 1 2. അതിൽ എത്ര കോയിൻ ഉണ്ട്? 1 2 3 4. രണ്ടിലും 4 കോയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ഇവിടെ എത്ര റോ ആണുള്ളതെന്ന് ആദ്യം എഴുതാം. എങ്ങനെ എഴുതാം? 3 എന്ന് എഴുതാം. 3 റോസ് ആണുള്ളത്. അതിൽ എത്ര ബോക്സ് ഉണ്ട്? ഓരോ റോയിലും എത്ര ബോക്സ് ആണുള്ളത്? 2. അപ്പോൾ 2 എന്ന് എഴുതാം. ഇനി ഓരോ ബോക്സിലും എത്ര കോയിനാണുള്ളത്? 1 2 3 4. 4 കോയിനാണുള്ളത്. അപ്പോൾ അതും എഴുതാം. അപ്പോൾ ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? എത്ര റോസ് ഉണ്ട് എന്ന് എഴുതാം. എത്ര റോസ് ആണുള്ളത്? 1 2 3 റോസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് 3 എന്ന് എഴുതാം. 3 റോസ് എന്നാണ്. 3 റോസ് ഉണ്ട്. അടുത്തത് ഓരോ റോസിലും എത്ര ബോക്സ് ഉണ്ട് നോക്കിക്കേ. 1 2 ബോക്സ് ആണുള്ളത്. അപ്പോൾ 3 റോസ് ഉണ്ട്. ഓരോ റോസിലും 2 ബോക്സ് ഉണ്ട്. അപ്പോൾ 2 എന്ന് എഴുതുക. ഇനി ഓരോ ബോക്സിലും എത്ര കോയിൻസ് ഉണ്ട്? 1 2 3 4 കോയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ബോക്സിലുള്ളതിന് തന്നെയാണ് CU എങ്ങനെ അറേഞ്ച് ചെയ്തത്? ഈ രീതിയിൽ അറേഞ്ച് ചെയ്തത്. ഫസ്റ്റ് എങ്ങനെയാണുള്ളത്? 3 റോസ് ഉണ്ട്. ആ 3 റോസിന് ഓരോ റോസിലും എന്ത് കൊടുത്തു? 2 ബോക്സ് കൊടുത്തു അല്ലേ. ഇതിനെ ഒരു ബോക്സിലും ആക്കി, ഇതിനൊരു ബോക്സിലും ആക്കി. അടുത്ത റോയിൽ ഇതിനൊരു ബോക്സിലും ആക്കി, ഇതിനൊരു ബോക്സിലും ആക്കി. അടുത്തതിൽ ഇതിനൊരു ബോക്സിലും ഇതിനൊരു ബോക്സിലും ആക്കി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്? 3 റോസ് ആണുള്ളത്. 3 എത്ര കോയിൻസ് ആണുള്ളത്? 8. അപ്പോൾ 3 × 8 എന്നാണുള്ളത് എഴുതിയത്. പക്ഷേ അതേ സാധനം തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 × 4. അതായത് അതേ സാധനം തന്നെയാണ് നമ്മൾ എന്തും ആക്കിയത്? 2 ബോക്സിലാക്കിയിട്ട് ഓരോ റോസിലും 2 ബോക്സ് കൊടുത്തിട്ട് അതിൽ 4 എണ്ണം ആക്കിയിട്ട് കൊടുത്തത് അല്ലേ. അപ്പോൾ ഇവിടെ 8 എണ്ണം ഉണ്ട്. ഇവിടെ 1 2 3 4 5 6 7 8. അപ്പം 3 × 8 എന്ന് പറയുന്നതും 3 × 2 × 4 എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. മനസ്സിലായോ? 3 × 8 എന്ന് പറയുന്നതും 3 × 2 × 4 എന്ന് പറയുന്നതും സെയിം ആണ്. ഇവിടെ 3 × 8 എന്ന് പറയാൻ കാരണം എന്താ? 3 റോസ് ഉണ്ട്. 1 2 3. ഇവിടെ 3 എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ 3 എന്ന് പറയാൻ കാരണം എന്താ? 3 റോസ് ഉണ്ട്. 1 2 3. ഇവിടെ 8 എന്ന് പറയാൻ കാരണം എന്താ? ഓരോ റോസിലും 8 കോയിൻസ് ഉണ്ട്. 1 2 3 4 5 6 7 8. പക്ഷേ ഇവിടെ 8 എന്ന് പറയാം. ഇവിടെ അടുത്തത് എന്താ? 2 എന്നാണ് വരുന്നത്. ഇവിടെ 2 എന്ന് പറയാൻ കാരണം എന്താ? ഓരോ 3 റോസിലും 2 എന്തുണ്ട്? ബോക്സ് ഉണ്ട്. ഇനി അടുത്തത് എന്താണ്? 4. എന്താണ്? ഓരോ ബോക്സിലും 4 ടോക്കന് അല്ലെങ്കിൽ 4 കോയിൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇത് രണ്ടും സെയിം ആണ്. അപ്പം 3 × 8ഉം 3 × 2 × 4ഉം സെയിം ആണ്. അപ്പോൾ 2 × 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 24. 3 × 2 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
24. എങ്ങനെയാണെന്ന് നോക്കാം. 3 ഇൻറ്റു 2 എത്രയാണ്? 3 3 എത്രയാണ്? 6. 6. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6. 6 ഇൻറ്റു 4 എത്രയാണ്? 24. എങ്ങനെയാണ്? 1 6 എത്രയാണ്? 6. 2 6 12. 3 6 18. 4 6 24. അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6. 6 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 24. മനസ്സിലായോ? അതുപോലെ തന്നെ 3 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. ഇനി അടുത്തത് 24 ടോക്കൺസ് ക്യാൻ ബി അറേഞ്ച്ഡ് ലൈക്ക് ദീസ് ആൾസോ റൈറ്റ്. അപ്പോൾ നമുക്ക് 24 ടോക്കൺസ് ഏത് രീതിയിലും അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. താഴെ തന്ന രീതിയിലും നമുക്ക് 24 ടോക്കൺസ് അറേഞ്ച് ചെയ്യാം. നമുക്ക് എന്താക്കാം? ഈ ബോക്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. 1 2 3 4 4 കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. 4 കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്തു. ഓരോ കോളത്തിലും എത്ര ടോക്കൺസാണ് ഉള്ളത്? 1 2 3 4 5 6. 6 ടോക്കൺസാണ് ഉള്ളത് അല്ലേ? ഓരോ കോളത്തിലും 6 ടോക്കൺസാണ് ഉള്ളത്. അപ്പം ഈ കോളത്തിൽ 6 ഉണ്ട്, ഈ കോളത്തിലും 6 ഉണ്ട്, ഈ കോളത്തിൽ 6 ഉണ്ട്, ഈ കോളത്തിലും 6 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ടോട്ടൽ കിട്ടുക? അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 4 ഇൻറ്റു 6 എന്ന് എഴുതാം. 4 ഇൻറ്റു 6 എന്ന് എഴുതാം. കാരണം എന്താ? ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 കോളംസ് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 6 എന്ന് എഴുതാം. 4 ഇൻറ്റു 6 എത്രയാണ്? 4 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 24. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഈ കോളംസിനെ റോസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇതാണ് റോസ്. 1 2 റോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 എന്ന് എഴുതി. ഇനി അവിടെ എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 4 കോളംസ് ഉണ്ട് അല്ലേ? അപ്പോൾ അടുത്തത് 4 എന്ന് എഴുതാം. 2 എന്ന് പറഞ്ഞാൽ 2 റോസ് ഉണ്ട്. 2 റോസിൽ എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 കോളംസ് ഉണ്ട്. ഓരോ കോളംസിലും എത്ര കോയിൻസ് ഉണ്ട്? എണ്ണിക്കേ. 1 2 3. എത്ര കോയിൻസ് ഉണ്ട്? 3 കോയിൻസ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ 2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? എത്രയാണ്? 24 ആണ് ആൻസർ. എങ്ങനെയാണ് കിട്ടുന്നത്? 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 8. 8 ഇൻറ്റു 3 എത്രയാണ്? 24. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി. 8 ഇൻറ്റു 3 എത്രയാണ്? 24. അപ്പം 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാലും 2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ 3 ഇൻറ്റു 8 എന്ന് പറഞ്ഞാലും 3 ഇൻറ്റു 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ് ആൻസർ? 24. എന്താണ് ആൻസർ? 24. ഇനി നമുക്ക് ഇഫ് ദർ ആർ 4 റോസ്. ഇനി അടുത്തത് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇഫ് ദർ ആർ 4 റോസ് ആൻഡ് 8 ടോക്കൺസ്. 4 റോസും അതുപോലെ തന്നെ 8 ടോക്കൺസ് ഉണ്ട് എന്ന് വിചാരിക്കാൻ പറയുകയാണ് നിങ്ങളോട്. അപ്പം എത്ര റോസാണുള്ളത്? 4 റോസ് ഉണ്ട് അല്ലേ? ആ 4 റോസിലും എത്ര ടോക്കൺസ് ഉണ്ട്? 8 ടോക്കൺസ് ഉണ്ട്. അപ്പോൾ 8 ടോക്കൺസ് നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? 4 റോ അല്ലേ? 4 റോയിലായിട്ട് 8 ടോക്കൺ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണത് വരിക? ഇതാണ് റോ എന്ന് വിചാരിക്കും. 1 2 3 4. 1 2 3 4 5 6 7 8. Okay. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പം 8 ടോക്കൺ ഉണ്ട് ഓരോ റോസിലും. എത്ര റോസാണ് ഉള്ളത്? 4. 4 റോസ് ഉണ്ട്. എത്ര ടോക്കൺ ഉണ്ട്? 8. 4 റോസ് ഉണ്ട്. 1 2 3 4. 4 റോസ് ഉണ്ട്. ഓരോന്നിൽ എത്ര ടോക്കൺ ഉണ്ട്? 8 ടോക്കൺ ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 8 എന്ന് നമുക്ക് അതിനെ എഴുതാം. 4 ഇൻറ്റു 8 എന്നല്ലാതെ നമുക്കതിനെ എങ്ങനെ എഴുതാം? 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8 എന്ന് എഴുതുന്നതും അതുപോലെ തന്നെ 4 ഇൻറ്റു 8 എന്ന് പറയുന്നതൊക്കെ എന്താണ്? സെയിം ആണ് അല്ലേ? എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 റോസാണുള്ളത്. അപ്പോൾ 8 കോയിൻ ഉണ്ട് ഓരോന്നിലും. 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8 എത്രയാ? ഈക്വൽ ടു 32. എത്രയാണ്? 32. എത്രയാ? 32. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8ന് എങ്ങനെ എഴുതാം? 4 എത്ര റോസാണുള്ളത്? 4 റോസാണുള്ളത്. അപ്പോൾ 4 ഇൻറ്റു
8 എന്ന് എഴുതാം. 4 × 8 എന്ന് പറഞ്ഞാലും എത്രയാണ്? 32. 8 എന്ന് പറഞ്ഞാലും എത്രയാണ്? 32. അപ്പം 8 4 പ്രാവശ്യം എഴുതിയാലും 4 × 8 എന്ന് എഴുതിയാലും എന്താണ്? 32 ആണ്. 8 4 പ്രാവശ്യം എഴുതിയിട്ട് അതിനെ കൂട്ടിയാലും അതുപോലെ തന്നെ 4 × 8 എന്ന് പറഞ്ഞാലും എത്ര തന്നെയാണ് ആൻസർ? 32 തന്നെയാണ് ആൻസർ. അപ്പോൾ ഇനി നമ്മളോട് പറയാണ് ഇഫ് ദർ ആർ 4 rows വിത്ത് 8 tokens ഇൻ ഈച്ച്. അവിടെ എത്ര റോസ് ഉണ്ട്? 4 റോസ് ഉണ്ട്. ആ 4 റോസിൽ എത്ര ടോക്കൺ ഉണ്ട്? 8 ടോക്കൺ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരക്കാം? ഇങ്ങനെ വരച്ചിട്ട് എത്ര റോസ് ഉണ്ട്? 1 2 3 4 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇനി എന്ത് ചെയ്യുക? അതിൽ എത്ര ടോക്കൺ ഉണ്ട്? 8 ടോക്കൺ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എണ്ണാം? 1 2 3 4 5 6 7 8 8. പിന്നെ 1 2 3 4 5 6 7 8 പ്ലസ് 8 1 2 3 4 5 6 7 8 പ്ലസ് 8 1 2 3 4 5 6 7 8 പ്ലസ് 8. ഇങ്ങനെ എണ്ണാം. ഇങ്ങനെ 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8 എത്രയാ? 32. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? ഈ 4 8 എഴുതുന്നതിന് പകരം എത്ര റോസാണ് ഉള്ളത് എന്ന് ആദ്യം എഴുതാം. എത്ര? 1 2 3 4 അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? 4. ഇനി എത്ര കോയിൻസ് ഉണ്ട് ഓരോന്നിലും? 1 2 3 4 5 6 7 8. ഇതിൽ 8 ആണ്, ഇതിലും 8 ആണ്, ഇതിലും 8 ആണ്, ഇതിലും 8 ആണ്. അപ്പോൾ 4 × 8 എന്ന് എഴുതാം. 4 × 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 32. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഇനി അടുത്തത് പറയുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന്. ഇഫ് ദർ ആർ 4 rows എന്ന് പറഞ്ഞു 8 ടോക്കൺ വേണം. അപ്പം 8 നമുക്ക് എങ്ങനെ എഴുതാം? 4 പ്രാവശ്യം എഴുതാം. ആൻസർ എത്രയാണ്? 32 ആണ്. ഇനി അടുത്തത് പറഞ്ഞ് ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 4 റോ ആണുള്ളത്. എത്ര ടോക്കനാണുള്ളത്? 8. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 32. അപ്പോൾ 8 4 പ്രാവശ്യം എഴുതിയാലും 4 × 8 എന്ന് എഴുതിയാലും ആൻസർ എന്ത് തന്നെയാണ്? 32 തന്നെയാണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് 4 × 8 = നമ്മളോട് ഇങ്ങനെ പറയാനാണ് പറയുന്നത്. നമ്മളെ കയ്യിൽ നമ്മൾ ഇപ്പോൾ റോസും കോളംസും എഴുതി നോക്കുക. അതിൽ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇതിനെന്ത് ചെയ്യുക? നമ്മൾ 2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 2 × ഏതാ 2? ഈ 2 റോസിനെയാണ് നമ്മൾ 2 എന്ന് പറയുന്നത്. ഇനി എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 കോളംസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അത് നമ്മളിവിടെ എഴുതി 1 2 3 4. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്താം? 4 × എന്ത് ചെയ്താം? 2 × 4 × പിന്നെ എന്ത് ചെയ്താം? ഓരോന്നിൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ് അടുത്തത് എഴുതണ്ടേ. ഇതിലെത്ര എണ്ണമുള്ളത്? 1 2 3 4 1 2 3 4 1 2 3 4. ഇതിലും 4 ആണ്. ഇതിൽ 4 ടോക്കൺ ഉണ്ട്. അടുത്തത് എത്ര ടോക്കൺ ഉണ്ട് എന്നാണ് എഴുതണ്ടേ. എത്ര ടോക്കൺ ഉണ്ട്? 4 ടോക്കൺ ഉണ്ട്. അപ്പോൾ എന്താ ആൻസർ എന്താ കിട്ടുക? 2 × 4 × 4 എത്രയാ? 2 × 4 × 4 എത്രയാ? 2 × 4 എത്രയാ? 8. 8 × 4 എത്രയാ? 8 × 4 32. അപ്പോൾ ആൻസർ എന്താണ്? 32. മനസ്സിലായോ? അവിടെ എങ്ങനെ എഴുതാം? 2 × 4 × 4 എന്ന് എഴുതാം. 2 × 4 എത്രയാ? 30. 2 × 4 എത്രയാ? 8. 8 × 4 ഒരു 4 ഇവിടെ ബാക്കിയില്ലേ? അപ്പം 8 × 4 എത്രയാണ് വരിക? 8 × 4
എത്രയാണ് വരുന്നത്? 32. അപ്പോൾ ആൻസർ എത്രയാണ്? 32. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 × 4 ദാറ്റ് ഈസ് 32. ഇനി നമുക്ക് സിമ്പിളായിട്ട് വേറെ രീതിയിൽ എഴുതാം. അപ്പോൾ ഞങ്ങൾ കോളം വരച്ചിട്ടല്ലേ എഴുതിയത്. ഈ കോളം വരക്കാതെ നമുക്ക് എങ്ങനെ എഴുതാം? 4ൻ്റെ പകുതി എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ ആ 2 ഇവിടെ എഴുതുക. അതുപോലെ തന്നെ 8നെ 2 ആക്കുക. 8ൻ്റെ പകുതി എടുക്കുക. 8ൻ്റെ പകുതി എത്രയാണ്? 4. അത് 2 പ്രാവശ്യം എഴുതാം. അപ്പം 2 × 4 × 4 കിട്ടി. എത്രയാണ്? 32. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് വാട്ട് അബൌട്ട് 6 റോ വിത്ത് 8 ടോക്കൺ ഈച്ച്. അപ്പോൾ എത്ര റോ ഉണ്ട്? 6 റോസ് ഉണ്ട്. അതിൽ എത്ര ടോക്കൺ ഉണ്ട്? 8 ടോക്കൺ ഉണ്ട്. 6 റോസും 8 ടോക്കണും ഉണ്ട്. 6 റോസ് ഉണ്ട്, 8 ടോക്കണും ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 6 റോസ് എന്ന് പറയുമ്പോൾ 6 × 8 എത്രയാണ്? 6 × 8 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ എത്രയാണ് വരുന്നത്? അപ്പോൾ 6 റോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 റോസും 8 ടോക്കനാണുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം? 8നെ 6 പ്രാവശ്യം എഴുതാം അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? 8 + 8 + 8 + 8 + 8 + 8 + 8 ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 8ഉം 8 + 8 എത്ര? 8, 16, 24, 32, 40, 48. അപ്പോൾ എത്ര ആൻസർ എത്രയാണ്? 48 ആണ് ആൻസർ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 32 പ്ലസ് എത്ര എഴുതാം? 32 പ്ലസ് നമ്മൾ 48 എന്ന് പറഞ്ഞു അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? 48 എന്ന് 8 നമ്മൾ എന്തൊക്കെ എഴുതി? ആദ്യം 6 പ്രാവശ്യം 8 എഴുതി. 8 6 പ്രാവശ്യം എഴുതി. അതിൽ ഒരു 8 1 8 8 16 24 32. ആ 32 അവിടെ നിങ്ങൾക്ക് തന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ഇനി ബാക്കി എത്രയാണുള്ളത്? ഇത്രയും നമ്മൾ എഴുതി. ഇനി ബാക്കി എത്രയാണുള്ളത്? 8ഉം + 8. 8ഉം + 8 എത്രയാണ്? 16. അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? 32 + 16 എത്രയാ? 48. 32 + 16 എത്രയാ? 48. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എത്ര റോസാണുള്ളത്? 6 റോസ്. അപ്പോൾ 6 എത്ര ടോക്കൻസ് ഉള്ളത്? 8. അപ്പോൾ 6 × 8 എന്ന് എഴുതാം. ഇനി നമുക്കിതിനെ വേറെ എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ ട്രിക്ക് പറഞ്ഞു. ഫസ്റ്റ് റോസിൻ്റെ എത്ര റോസാണുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എഴുതുക ആദ്യം. എത്രയാ? 3. 6ൻ്റെ പകുതിയാണ് 3. ഇനി 8നെ 2 ഡിവൈഡ് ചെയ്യുക. 8ൻ്റെ പകുതി എടുക്കുക. 8ൻ്റെ പകുതി എത്രയാ? 4ഉം 4ഉം. 4 ആണ് 8ൻ്റെ പകുതി. അതിനെ 2 പ്രാവശ്യം എഴുതാം. അപ്പം 3 × 4 എത്രയാ? 3 × 4 എത്രയാ? 12. ഇനി അടുത്തത് എന്താ നോക്കണ്ടേ? 12 × 4. 12 × 4 എത്രയാ? 48 അല്ലേ? 12 × 4 48. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 6 × 8 എന്നുള്ളതിന് പകരം 3 × 4 × 4 എന്നും കൂടെ എഴുതാം. മനസ്സിലായില്ലേ?